ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 92. ഈ 92-ാം എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിരി സങ്കടം തോന്നി. അത് വേറൊന്നും കൊണ്ടല്ല, സിജോ പോയി എന്ന് വെച്ചാൽ എന്നോട് ചോദിക്കുമ്പോഴത്തേക്ക് സിജോ അത്ര വലിയ ഗെയിമർ ആയിരുന്നോ, സിജോ പോകേണ്ടവനല്ലേ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, സിജോ പോകേണ്ടവനാണ്. വലിയ ഗെയിമും ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. മറ്റേ കാട്ടുതീ എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് ഇടിയും കൊണ്ടൊന്ന് പോയതാണ് പുറത്ത്. തിരിച്ചു കയറി വന്നപ്പോൾ കാട്ടുതീ എന്നൊക്കെ പറഞ്ഞ് വന്ന് കയറിയിട്ട് കാട്ടുതീ പോയിട്ട് മറ്റേ നമ്മൾ തീപ്പെട്ടി നമ്മളെ ഉരയ്ക്കത്തില്ലേ, ഉരയ്ക്കുമ്പോഴത്തേക്ക് മറ്റേ തീ വരുമല്ലോ, ഇത് തീയും വന്നില്ല, ഒരു തേങ്ങയും വന്നില്ല, തീപ്പെട്ടിക്കൊള്ളി ഒടിഞ്ഞും പോയി. ആ ഒരു അവസ്ഥയായി പോയി നമ്മുടെ സിജോയുടെ കാര്യത്തിൽ. സിജോ പോട്ടെ, പക്ഷെ ഇന്ന് അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിന്റെ ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. എനിക്കപ്പോ ഞാനൊക്കെ ഇമോഷണലി കുറച്ച് വീക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് അത് വേണ്ടായിരുന്നു. ഇന്ന് അവനെ പറഞ്ഞു വിടണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇന്നലെ ഇവർക്ക് അങ്ങനെ ചെയ്യാറുന്നല്ലോ, ഈ ബിഗ് ബോസിന്റെ ആളുകൾക്ക് ഇന്നലെ അവനെ പറഞ്ഞു വിട്ടിട്ട് ഇന്ന് നോറയാക്കായിരുന്നല്ലോ. അപ്പൊ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് അതും കൂടെ പറഞ്ഞിട്ട് പോവാം. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? സംഗതി വേറൊന്നും കൊണ്ടല്ല, ഇന്നത്തെ എപ്പിസോഡിൽ അവന്റെ ബർത്ത്ഡേ എപ്പിസോഡിൽ അവനെ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് അതിനുള്ള ഹൈപ്പ് കുറച്ചും കൂടെ കൂടുതലാണ്. നമ്മളൊരു ഹ്യൂമാനിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാനൊക്കെ അത് നോക്കുന്നൊരു വ്യക്തി, അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും, അങ്ങനെ ചെയ്യണ്ടായിരുന്നു തോന്നും. പക്ഷെ അവിടുന്ന് എന്താ അവർ നോക്കുന്നത്? ബിഗ് ബോസ് ക്രൂ എന്താ നോക്കുന്നത്? അവരുടെ മാർക്കറ്റിംഗ്, അമൃതവേണി, ഇങ്ങനെ കുറെ ഉണ്ടല്ലോ. അവർക്കെന്താ നല്ലത്? ഇവന്റെ ബർത്ത്ഡേ അന്ന് പറഞ്ഞു വിടുമ്പോഴത്തേക്ക് ആൾക്കാർക്കെല്ലാം ഇങ്ങനെ സംസാരമാകും. അയ്യോ, സിജോയുടെ ബർത്ത്ഡേ അന്ന് പോയല്ലോ. അപ്പൊ ഇത് പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസിന് കുറച്ചും കൂടെ TRP കയറും. TRP കയറുമ്പോ എന്താ, അതിനകത്ത് മാർക്കറ്റിംഗ് മറ്റേ കാശിട്ടോമാർക്ക് ലാഭം. സോ അതിനുവേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മനുഷ്യപ്പറ്റ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു പരിപാടിക്ക് ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യമേ. അതാണ് ഇപ്പൊ ഇവിടുന്ന് അകത്തുനിന്ന് പുറത്തു വരുന്ന കുറെ പേര് അത് പറയുന്നുണ്ട്. മനുഷ്യപ്പറ്റെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തൊരു അവസ്ഥയാണ് പലർക്കും അതിനകത്ത് ഫേസ് ചെയ്യേണ്ട വരുന്നത്. പക്ഷെ ഇച്ചിരിയൊക്കെ മനുഷ്യപ്പറ്റി നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ബിഗ് ബോസുകാരോടാണ് ഇങ്ങനൊരു അവനെ ഇറക്കി വിടണ്ടായിരുന്നു. ഇന്നലെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു അവന്റെ ഒരു നല്ല ദിവസം അവനെ മറ്റേ വെറും ഊളയാക്കി ഇറക്കി വിടുന്ന കണക്ക്. അവൻ ഊളയാണ്, അത് നമുക്ക് മനസ്സിലായി. ഊള എന്ന വാക്ക് എനിക്കിപ്പോ വരാൻ തുടങ്ങിയ സ്ഥിരം എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ബിഗ് ബോസിനകത്ത് ഒരു ചേച്ചിയുണ്ട്, ചേച്ചി സ്ഥിരം യൂസ് ചെയ്യുന്നത്. അത് പറഞ്ഞ് എനിക്കും ഇപ്പൊ അത് തന്നെ കയറി വരുവാ. നീ എപ്പോ പോവോ? അപ്പൊ എന്തായാലും അത് വിടുക. അപ്പോ എന്താ ഞാൻ പറഞ്ഞു വന്നേ? അപ്പൊ അതിനകത്ത് സിജോയെ ഇറക്കി വിട്ടത്, അതിന് കാരണക്കാരനായ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാലോ. ഈ ഒരു സിജോയുടെ ഒരു കളിയെ തന്നെ ഇത്രയ്ക്ക് അങ്ങോട്ട് വേസ്റ്റ് ആക്കി കൊണ്ടുവന്നത് മെയിൻ ഒരാളുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റേ നേരത്തെ അല്ല, ഇന്നലെയാണ് ചെയ്തത്. ഞാനിപ്പോ ഈ ചെയ്യുന്ന വീഡിയോ മിക്കവാറും നാളെ രാവിലെ ഇടത്തുള്ളൂ, അപ്പോഴേ നിങ്ങൾ കാണുള്ളൂ. ഞാൻ തലേദിവസം രാത്രി ഇരുന്ന് എപ്പിസോഡ് കണ്ട ഉടനെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ രാവിലെ ഇടത്തുള്ളൂ. എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ആ ഒരു വ്യക്തിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ ആ ഒരു വ്യക്തി തന്നെയാണ് സിജോ ഇറങ്ങി പുറത്ത് ഈ ഒരു അവസ്ഥയുടെ ഒരു കാരണക്കാരനെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ആംഗള പെങ്ങൾ കളി അവിടെ കളിച്ചു, രണ്ടാംഗളവാളും പെങ്ങളും ആ ഒരു കളി കളിച്ചില്ലേ. അപ്പൊ ആ ഒരു കളി കളിച്ചപ്പോഴത്തേക്ക് മൊത്തത്തില് ആ കളി കളിച്ച അണ്ണന്റെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്തു. കൂടെ നിന്ന പെങ്ങളൂട്ടിയും പോയത്. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായിരുന്ന അണ്ണനും പുറത്തായി. അതാണ് സംഭവിച്ചത്. അപ്പം ഒട്ടുമിക്ക ആൾക്കാരും പല കമന്റ് ബോക്സിലും വന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇന്നലെ സൺഡേ രാവിലെ തൊട്ട് നമുക്ക് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് സിജോ വെളിയിലായി എന്നുള്ളൊരു സാധനം. അപ്പൊ അത് പറയുന്ന എല്ലാവരും പറയുന്നതിനകത്ത് ഒരു കാര്യം കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു കമന്റിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, സായി കാരണമാണ് പുറത്തു പോയെന്നുള്ളത്. അപ്പം എല്ലാരും ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് കുറച്ചെങ്കിലും അതിനകത്ത് ശരിയില്ലേ? ഇതാണ് സായി എന്ന് പറയുന്ന വ്യക്തി, ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ലാവരും ഇത് പറയുമ്പോൾ നീ ഒന്ന് തിങ്ക് ചെയ്യുക. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, നീ കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. ഇത്രയൊക്കെ മതി അവനെ പറ്റി പറഞ്ഞത്. നാട്ടുരാജാവ് ഫസ്റ്റ് നമ്മുടെ സിജോയുടെ ബർത്ത്ഡേ പറ്റി അവിടെ സംസാരിക്കുന്നുണ്ട്. ലാലേട്ടൻ വിഷൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നാട്ടുരാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ടാസ്കിനെ പറ്റി ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യം സായി ആയിരുന്നല്ലോ വന്ന് ചെയ്തിട്ട് പോയത്. അപ്പൊ അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. പിന്നെ സായി പോയി അതിനെപ്പറ്റി, അതുകൊണ്ട് തന്നെ അവന്റെ മറ്റേ അഭിനയത്തെ പറ്റി ഒന്നും വലുതായിട്ട് ഇവിടെ പറയുന്നില്ല. പിന്നെ ജിൻഡോയുടെ ഒരു രാജാവിന്റെ ഒരു പരിപാടിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിന്റെ പറയുന്നുണ്ട്. ജാസ്മിന്റെ പറയുമ്പോഴത്തേക്ക് ജിൻഡോ നമ്മൾ ഓരോരുത്തരായിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ ചെയ്തതിനെ പറ്റി. അപ്പൊ ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവര് പെട്ടെന്ന് ഔട്ടായി പോയി, പെട്ടെന്ന് ഇത് പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ ജിൻഡോയോട് ചോദിക്കുന്നു, ജിൻഡോ എന്താണ് പറ്റിയത് ജാസ്മിനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ജിൻഡോ എണീറ്റ് ഒന്ന് കാര്യം പറയുന്നുണ്ട്, പ്രോപ്പറായിട്ട് കാര്യം പറയുന്നുണ്ട്. അവർക്ക് കളി മനസ്സിലായില്ല, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. നേരെ മറിച്ച് ഞാൻ കളിച്ചു ലാലേട്ട, ഞാൻ കളിച്ചത് എനിക്കറിയാം, എൻ്റെ കയ്യിൽ നിന്ന് ഈ എന്താണ് നമ്മുടെ ചെങ്കോലൊക്കെ പോകും, അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു ഗെയിം കൊടുത്തു, അവിടെ 5 ഗെയിം ഇട്ട് കൊടുത്തു. ഈ 5 ഗെയിം കഴിയുമ്പോഴത്തേക്ക് അപ്പൊ ലാലേട്ടൻ പറയുന്നു, ഞാൻ കണ്ടു, നല്ല രസം ഉണ്ടായിരുന്നു. 5 എണ്ണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനായിട്ടും കൊടുത്തു. അത് ജിൻഡോയുടെ ഒരു ഗെയിം. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. ജാസ്മിൻ ഈ ഒരു ഗെയിം ID ഇല്ലായിരുന്നു. അവള് മറ്റേ വലിയ എന്താ ഭരണം
ഞാൻ ഭരിക്കും, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും അവിടെ ഫണ്ണാക്കാൻ നോക്കിയപ്പോൾ ഇവള് കുറച്ച് മറ്റേ രാജ്ഞി കളിക്കാൻ പോയി, ശരിക്കുള്ള രാജ്ഞി കളിക്കാൻ പോയി. അപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ നല്ല രീതിയിൽ തേച്ചൊട്ടിച്ചങ്ങ് വിട്ടു. അതിനകത്ത് സിജോയൊക്കെ നല്ല രീതിയിൽ കളിച്ചതിന് അണ്ണന് നല്ല പണി കിട്ടിയാണ്. അണ്ണൻ വീട്ടിൽ പോകണ്ടാല. ചേച്ചി എല്ലാം ചെങ്കോലും മറ്റേ കഴുത്തെ കൂടെ ഇട്ടിരുന്ന മറ്റേ താക്കോലും എല്ലാം ചേച്ചിയുടെ പോയി. അപ്പൊ അതിനെപ്പറ്റി അവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ജിൻഡോയുടെ കേസ് പറയുമ്പോഴത്തേക്ക് ജിൻഡോ പറയുന്നുണ്ട്, ആരും തട്ടിപ്പറിച്ചില്ല, എനിക്ക് ഉറപ്പായിരുന്നു, അല്ല ആരും തട്ടിപ്പറിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഞാൻ ഈ ഒരു ടാസ്ക് കൊടുത്തോണ്ട് എല്ലാവരും അത് കഴിയുമ്പോഴത്തേക്കേ എടുക്കത്തുള്ളൂ, ഞാൻ കൊടുക്കുമല്ലോ, അതുകൊണ്ട് ആരും തട്ടിപ്പറിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, അയ്യോ എനിക്കത് അറിയത്തില്ലായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ നിൽക്കണം, നീ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം. അല്ലാതെ മറ്റേ എവിടെയെങ്കിലും ജാസ്മിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടോട്ടെ മറ്റേ ചാടിത്തുള്ളി നാക്കിട്ട് ആടാൻ പോയിട്ടും അത് മാത്രമല്ല ജാസ്മിൻ. അവിടുത്തെ മറ്റേ ഗെയിമുകളും കൂടെ നീ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് നല്ല വൃത്തിക്ക് ജിൻഡോ കളിച്ചതിന്റെ അപ്പുറം കളിക്കായിരുന്നു. അവിടെ ജിൻഡോ കളിച്ച പോലെ വേറെ ആരും ആ ഒരു ഗെയിം കളിച്ചില്ല, അത് വേറെ കാര്യം. ആ ഒരു തല ഉപയോഗിച്ചു, ബാക്കി എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ തട്ടിപ്പറിച്ച് പോകുമായിരുന്നു. ജിൻഡോ ബുദ്ധിപൂർവ്വം അത് കളിച്ചു, മനസ്സിലായില്ല. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ജിൻഡോയുടെ ഒരു ഗെയിം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു പരിപാടിയിലായിരുന്നു. നല്ല വൃത്തിക്ക് ഒരു ഗെയിം കളിച്ചു ജിൻഡോ. അതേ കണക്ക് അവിടെ ആർക്കും ആ ഒരു സാധനം ചെയ്യാൻ പറ്റിയില്ല. ജാസ്മിനൊന്നും ഏഴയലത്ത് പോലും വന്നില്ല, മനസ്സിലായില്ലേ. അപ്പൊ ആ ഒരു ഗെയിമിനെ പറ്റിയുള്ള സംസാരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ പരകായ പ്രവേശനം അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പം നോറയായിട്ട് നമ്മുടെ അർജുൻ അഭിനയിച്ച് തകർത്തതിനെ പറ്റിയൊക്കെ ലാലേട്ടൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ജാസ്മിനൊക്കെ പറയുന്നുണ്ട്, ജാസ്മിനോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അടിപൊളിയായിട്ട് ചെയ്ത് നമ്മുടെ അർജുനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു കേക്ക് വരുന്നുണ്ട് സിജോയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട്. അപ്പൊ അവർ ആ കേക്കൊക്കെ മുറിച്ച് ചെറുതായിട്ട് സെലിബ്രേഷൻ ചെയ്യും. അപ്പോഴത്തേക്ക് ഒരു ബ്രേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ വരും. ലാലേട്ടൻ വന്നിട്ട് പിന്നെ നമ്മുടെ ജിത്തു സാറും ആന്റണി പെരുമ്പാവൂറും കൂടെയും കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു ഓഡീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി അവിടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ജിൻഡോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അർജുൻ ശ്രീധുവിന്റെ കോംബോയെ പറ്റിയൊക്കെ അവിടെ സംസാരിക്കുന്നു, നല്ലതായിരുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഗെയിം, ലാലേട്ടൻ ഒരു ചെറിയ ഗെയിം കൊടുക്കുന്നുണ്ട്. അതായത് ലാലേട്ടൻ ഒരാളോട് ചോദിക്കും. അതായത് ഫസ്റ്റ് ചോദിച്ചത് സിജോയോടാണ്. സിജോ ചൂണ്ടയിട്ട് പിടിക്കുന്ന വ്യക്തി ഇവിടെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ ആൾക്കാരോട് ചോദിക്കും. അപ്പം എല്ലാവരും അത് ആ ബിഗ് ബോസിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന 25 പേരായിട്ടായിരുന്നു തുടങ്ങിയത്. അപ്പൊ 25 പേരിൽ ആരെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അവരുടെ പേര് പറയാം. ലാലേട്ടൻ ചോദിക്കുന്ന ഒരു കുസൃതി ചോദ്യത്തിന് പറയാന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. സിജോടൊപ്പം ഫസ്റ്റ് ചോദിച്ചാൽ ഇതായിരുന്നു, ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന വ്യക്തി ആരാണ്, അത് ജിൻഡോ ആണ്. പിന്നെ ജാസ്മിനോട് ചോദിക്കുന്നു കുറുക്കൻ ആരായിരുന്നു ഇവിടുത്തെ, അപ്പം പറയുന്നത് രതീഷേട്ടന്റെ പേരാണ്. പിന്നെ ഇവിടുത്തെ ഓന്ത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നത് ജിൻഡോ കാക്ക. അതാണ് ഞാൻ പ്രത്യേകം അവിടെ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്, ജിൻഡോ കാക്ക എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഞാൻ ശ്രദ്ധിച്ച മെയിൻ ഒരു പോയിന്റ്, ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ജാസ്മിന് ജിൻഡോ കാക്കയാവും. കാക്ക, ജിൻഡോ കാക്ക എന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അല്ലെങ്കിൽ മറ്റേ ജിൻഡോ, അല്ലെങ്കിൽ ജിൻഡോ ബ്രോ. മറ്റേ ഇവക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ലാലേട്ടനെ മാത്രം കാണിക്കാൻ വേണ്ടിയാണോ ഇവൾ ഈ പരിപാടി കാണിക്കുന്നത്? ജിൻഡോ കാക്ക അവളുടെ ഒരു പകുതി വരെ അവളുടെ അഭിനയമാണെന്ന് എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലായി. അഭിനയിക്കുന്നില്ല അവളെന്ന് ആരും ഇവിടെ പറയാൻ വരണ്ട. ഇല്ലെങ്കിൽ ഞാൻ ഈ ചോദിച്ച ഒറ്റ കാര്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് അവള് കൂടുതലും അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അവൾ ആ ഒരു സാധനം പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ ഒരു സാധനം പറഞ്ഞു, ഈ ആഴ്ച എന്ത് അതുകൊണ്ട് പറയാൻ. കാരണം അവള് കാണിക്കുന്ന ഈ ഒരു ദിവസം മാത്രം. അപ്പൊ നമ്മളത് നോട്ടീസ് ചെയ്യുന്നു. ജിൻഡോ കാക്ക അഭിനയിച്ച് തകർക്കുമോളെ, അത്രേ ഉള്ളൂ പറയാൻ. നിനക്ക് വോട്ട് ചെയ്യാൻ കുറെ എണ്ണം ഉണ്ട് ഇവിടെ, അവർ വോട്ട് ചെയ്യട്ടെ. നിനക്ക് ഞാൻ ഒന്നും പറയാനില്ല. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ് കൊണ്ടുപോട്ടെ, എനിക്ക് അത്രേ ഉള്ളൂ. എനിക്കല്ല ഇന്ന ആൾ തന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. നല്ല ഗെയിമർ എന്നൊന്നും പറയാനില്ലടേ ഈ ഒരു പരിപാടിയിൽ, ഈ ഒരു സീസണിൽ. പിന്നെ നന്നായിട്ട് നമുക്ക് നോക്കാം. ഈ കൊഞ്ഞ ഒരാഴ്ച ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ എന്തായാലും ജനങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ജനങ്ങൾ ഒരാളെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ തന്നെ ആവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ചില ആളുകളെ ഫേവർ ചെയ്യാനായിട്ട് ബിഗ് ബോസ് മാമൻ നോക്കും. അപ്പൊ ബിഗ് ബോസ് മാമൻ ചിലപ്പോൾ അവരെ ജയിപ്പിച്ച് വിടാനും നോക്കും. അപ്പൊ നമുക്ക് കാണാം എന്താണെങ്കിലും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ എന്തായാലും ലാലേട്ടൻ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ജാസ്മിന്റെ അടുക്ക പിന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വില മതിക്കാനാവാത്ത മുത്ത് എന്ന് ജാസ്മിൻ ഇവിടെ തോന്നിയത് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഗബ്രിയാണ് എനിക്കിവിടെ വിലമതിക്കാത്ത മുത്ത് എന്നൊക്കെ ജാസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അവൾക്ക് ഇത്രയായിട്ടും നമ്മുടെ സായി കുഞ്ഞ് അവിടെ ചെന്ന് അവളോട് കാര്യം പറഞ്ഞു, മോളെ പണി കിട്ടും, അവളുടെ വാപ്പ വന്നിട്ട് കാണിക്കാൻ പറ്റുന്നതൊക്കെ. എന്നിട്ടും അവൾ ഇപ്പോഴും ചപ്രിയെ നക്കിക്കൊണ്ടിരിക്കുക. പുറത്തിറങ്ങി കഴിയുമ്പം 10-21 വയസ്സായി. ഒരു 10-25 വയസ്സാകുമ്പോഴത്തേക്ക് ജനങ്ങളെല്ലാവരും ഇത് മറന്നിട്ട്, ഇവിടെയുള്ള നാട്ടിലുള്ള ആണുങ്ങളെല്ലാം ഇത് മറന്നിട്ട് ഏതെങ്കിലും ഒരു പൊട്ടന്റെ തലയിൽ അവൾക്ക് കയറി ഇരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവിതം കർത്താവേ ഏതെങ്കിലും പള്ളിപ്പറമ്പി വേണ്ട, ഞാനൊന്നും പറയുന്നില്ല, വിടുക.
അപ്പൊ അതൊക്കെയായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഫൺ ഗെയിം ലാലേട്ടൻ അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഫൺ ഗെയിം ഒരു മുട്ട ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൾ ഉണ്ടായിരുന്നു, ആ ബോൾ താഴെ വെക്കും, എന്നിട്ട് ലാലേട്ടൻ അവിടെ നിന്നിട്ട് കണ്ണ് മൂക്ക് ഇങ്ങനെ പറയും. അപ്പം അത് ഏതാന്ന് വെച്ചാൽ രണ്ടുപേരാണ് മത്സരിക്കുന്നത്. അപ്പം ലാലേട്ടൻ കണ്ണെന്ന് പറയുമ്പോൾ കണ്ണിൽ തൊടണം, അങ്ങനെ നമ്മൾ കളിച്ചിട്ടുള്ള ഗെയിം. അപ്പൊ അതിനകത്ത് മുട്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുട്ട താഴ്ത്തുനിന്ന് എടുക്കണം, അങ്ങനെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഋഷി അബിയൊക്കെ ആയിരുന്നു വന്നത്. ഋഷിക്ക് ഒരു പണിഷ്മെന്റ്. അപ്പം ജയിക്കുന്ന ആൾക്ക് മറ്റേ ഇപ്പൊ മുട്ട കിട്ടാത്ത ഒരാൾക്ക് കിട്ടാത്ത ആൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാം, മുട്ട കിട്ടിയ ആൾക്ക്. അങ്ങനെ ഒരു ചെറിയ പരിപാടിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് ഋഷി അബിയൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ജിൻഡോ സിജോ ഇവർ രണ്ടുപേരും കൂടെ കളിച്ചപ്പോഴത്തേക്ക് സിജോ ജയിച്ചു. അപ്പം സിജോ നമ്മുടെ ജിൻഡോ ചേട്ടന് കൊടുത്തൊരു ഒരു പണിഷ്മെന്റ്, കുഞ്ഞു പണിഷ്മെന്റ്, രസകരമായിട്ടുള്ള ഒരു ഫൺ പണിഷ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ എടുക്കി ചെന്ന് റൊമാൻസ് കാണിക്കാൻ. അയ്യോ അടിപൊളിയായിരുന്നു. ജിൻഡോ ചേട്ടനും ജാസ്മിൻ എടുക്ക പോയാൽ എങ്ങനെ റൊമാൻസ് വരാനാ? അവൾ എന്നിട്ട് മറ്റേ ജിൻഡോ ചേട്ടനിട്ട് അടിയാ. എനിക്ക് ഇയാളോട്ട് ശരിയാവത്തില്ല. നീയായിട്ട് ആർക്കും ശരിയാവത്തില്ല മോളെ. നീയായിട്ട് ആകെ ചേരുന്നത് ചപ്രിക്കുട്ടൻ, അവനെ നിന്നെ ചേരത്തുള്ളൂ. അവന് നീ കുളിക്കാത്തത് വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പൊ അതായിരുന്നു പരിപാടി. അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയോ ഞാൻ പറയാത്തത്? ചിലവർ ഞാനിത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ വന്നിട്ട് എന്നെ ജിൻഡോ ചേട്ടന്റെ PR ആക്കുന്നു, ചിലർ വന്നിട്ട് ഞാൻ അർജുന്റെ PR ആണ്. എന്തെങ്കിലും ഒന്ന് ഞാനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ജാസ്മിനെ ഒന്ന് ചെറുതായിട്ട് അവളുടെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം കണ്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ജാസ്മിന്റെ PR ആയി. എന്താ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എൻ്റെ ഒരു കാര്യം, കാണുന്ന കാര്യം പറയാൻ പറ്റത്തില്ലേ? എന്തായാലും അത് കഴിഞ്ഞിട്ട് എവിക്ഷൻ പരിപാടി തുടങ്ങും. അവിടെ നല്ല രസം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു ഗെയിം വെച്ചിട്ടായിരുന്നു. അപ്പം എന്താണ് ഇങ്ങനെ ത്രാസിൽ ഇങ്ങനെ ഒരു കട്ട പോലെ എന്തോ കൊടുത്തിട്ടുണ്ട്. കട്ടയല്ല, ഇങ്ങനെ ഒരു എന്താ മഞ്ഞ കവറിനകത്ത് ഇങ്ങനെ കെട്ടി വെയിറ്റ്, അങ്ങനെ ഒരു ഗെയിം, ലൈക്ക് മഞ്ഞ വെയിറ്റ് ഉണ്ട്. അപ്പം ഫസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ സിജോയിൽ ഋഷിയാന്ന് തോന്നുന്നു. അപ്പൊ നിൽക്കുമ്പോഴേക്ക് ഋഷിയുടെ സൈഡിൽ ഋഷിക്കായിട്ട് കുറച്ച് കട്ടകൾ കൊടുത്തിട്ടുണ്ട്. ഈ മഞ്ഞ തുണിയിലും അതുപോലെ ചുമന്ന തുണിയിലൊക്കെ ഇങ്ങനെ കെട്ടി കട്ടകൾ പോലെ എന്തോ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സിജോയും ഋഷി, അപ്പം സിജോടെ എല്ലാം വെച്ച് കഴിയുമ്പോൾ ഋഷി വെക്കുന്നു. ഋഷി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സിജോടെയാണ് അപ്പോഴും പൊങ്ങിയിരിക്കുന്നത്. ഋഷിയുടെ താന്നു പോയി. അപ്പൊ ഋഷി സേഫ്. അതിനുശേഷം സിജോ ജാസ്മിൻ കളിക്കുന്നു. ജാസ്മിന്റെ താങ്ങിയിരിക്കുന്നു. അപ്പോഴും ജാസ്മിൻ സേഫായി. സിജോടെ അതേ കണക്ക് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സിജോ ശ്രീതു കളിക്കുന്നു. ശ്രീതു രക്ഷപ്പെട്ടു. അങ്ങനെ ലാസ്റ്റ് സിജോ എവിക്റ്റ് ആയി. സിജോടെ പൊങ്ങി തന്നെ നിന്നു. പണി കിട്ടി. സിജോ അങ്ങോട്ട് എവിക്റ്റ് ആയി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അർജുൻ മറ്റേ മുട്ടം കരച്ചിലൊക്കെ അവിടെ ഇരുന്ന്. സിജോ പോകുന്നോളം വരെ അർജുൻ കരച്ചിലായിരുന്നു. സിജോ പോയി കഴിഞ്ഞും അർജുൻ അവിടെ നിന്ന് കരയുന്നതൊക്കെ കണ്ടു. ശരിയാണ്, എന്തോ എനിക്ക് തോന്നുന്നു ആളുകളൊക്കെ കുറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ മെന്റലി മറ്റേ വീക്കാവാൻ തുടങ്ങി ഓരോരുത്തര്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ അത്ര വലിയ അങ്ങ് ഭയങ്കര കണക്റ്റഡ് ആണോ അർജുൻ സിജോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. സിജോ നമ്മുടെ അർജുൻ അതിനെക്കാട്ടിലും കണക്ട് ആയ ആൾക്കാരുണ്ട് അവിടെ. അതുപോലെ തന്നെ സിജോയ്ക്ക് അർജുനെക്കാട്ടിലും കൂടുതൽ കണക്ട് ആയ ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ളതിനകത്ത് എനിക്ക് തോന്നുന്നു അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം. എന്തായാലും അർജുൻ നല്ല മുട്ടൻ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പുറത്തേക്ക് സിജോയുടെ കൂടെ സിജോ വെളിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവർ ഇരുന്നോടത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ആക്ടിവിറ്റി ഏരിയ ഭാഗം വഴിയാണല്ലോ പുറത്തേക്ക് പോകുന്നത്. അപ്പം അങ്ങോട്ടേക്കൊക്കെ നടക്കുമ്പോഴത്തേക്ക് അർജുൻ പറയുന്നത് പ്രാങ്ക് ആയിരിക്കും ചിലപ്പം. ഉടനെ സിജോ ആണെന്ന് തോന്നുന്നു. സിജോ തന്നെ പറയുന്നത് പ്രാങ്ക് ഒന്നും അല്ല, പ്രാക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട് എന്തായാലും. അത് കഴിഞ്ഞ് സിജോ അങ്ങനെ വെളിയിലേക്ക് പോവുകയാണ്. പുറത്ത് പോയി സിജോ പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ മറ്റേ ആ എക്സിറ്റ് ഡോർ തുറന്നിട്ട് സിജോ വെളിയിൽ നിൽക്കുകയാണ്. വെളിയിൽ ഇറങ്ങാൻ പോകുന്ന ഉടനെ എന്തോ സിജോ പറയാൻ വന്നേ ഉടനെ നമ്മുടെ ജാസ്മിൻ ചെന്ന് കെട്ടിപ്പിടിച്ച് വീണ്ടും സങ്കടം. എന്നിട്ട് സിജോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കഥ അടയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിൻ ചേച്ചി, സിജോ എന്റെ സായിയോട് പറഞ്ഞേക്കണേ, എന്റെ അന്വേഷണം സായിയോട് പറഞ്ഞേക്കണേ. സായി എല്ലാ അന്വേഷണവും പുറത്തിരുന്ന് കേൾക്കുന്നുണ്ട്. മോളെ വെളുപ്പിക്കാൻ വേണ്ടി നന്നായിട്ട് അവനോട് ഇരുന്ന് മുക്കി ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. എല്ലാ ഇന്റർവ്യൂവിലും പോയിരുന്നിട്ട് മോളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ജനങ്ങളെല്ലാവരും മണ്ടന്മാര്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ടാറ്റ ചെന്ന് പറഞ്ഞേക്കണേ, ഞാനിവിടെ ഉണ്ട്, സുഖമാണെന്ന് പറഞ്ഞേക്കണേ. അന്വേഷണം വേറെ ആരോടും അവൾക്ക് അന്വേഷണം പറയണ്ട. അപ്പൊ എന്താണ് വേണ്ട, ഞാനതൊന്നും പറഞ്ഞില്ല, അങ്ങോട്ടൊന്നും പോകുന്നില്ല, വിട്ടേക്കാം. എപ്പിസോഡ് റിവ്യൂ ആണല്ലോ. അപ്പോൾ അതൊക്കെ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിജോ കുട്ടൻ ലാലേട്ടൻ്റെ അടുക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് സിജോ ഒരു സാധനം പറയുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാൻ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തെറ്റാണ്, ഈ ഒരു പോയിന്റിൽ ഞാൻ പറയുന്നത് തെറ്റാന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. കാരണം എൻ്റെ അറിവ് വെച്ച് ഈ സെൽഫ് ക്ലെൻസിങ് എന്ന് പറയുന്ന ഒരു സാധനം ആ ഒരു ബിഗ് ബോസിൽ കൊണ്ടുവന്നത് നമ്മുടെ സായിക്കുട്ടനാണ് ഒരു പ്രാവശ്യം പറഞ്ഞതാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് എനിക്ക് സെൽഫ് ക്ലെൻസിങ് ആണ് ഇവിടം എന്നൊക്കെ സായി പറഞ്ഞാണൊക്കെ എനിക്ക് തോന്നുന്നത്. സിജോ വന്നിട്ട് പറയുകയാണ് ലാലേട്ടൻ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് സെൽഫ് ക്ലെൻസിങ്ങിനുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് അറിയത്തില്ല കേട്ടോ, സീരിയസ്ലി ഞാനപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. ഇനി എൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ആണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരിക, കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്ക്. അതായത് ലാലേട്ടനാണോ അതോ നമ്മുടെ ഇവനാണോ സായി ആണോ ഈ സെൽഫ് ക്ലെൻസിങ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ കൊണ്ടുവന്നത്? എൻ്റെ ഒരു ഓർമ്മയിൽ സായി ആണ്. അവനാണല്ലോ മറ്റേ സത്യസായി ബാവയാകാനായിട്ടും സെൽഫ് ക്ലെൻസിങ് നടത്താനായിട്ടും അതിനകത്തോട്ട് വന്ന് കയറിയത്. ബാക്കിയുള്ളവരും പൊട്ടന്മാര്. അവനെ അങ്ങോട്ട് കയറ്റിവിട്ട് അവൻ അവിടെ സെൽഫ് ക്ലെൻസിങ് നടത്താനാണ് നമ്മളിവിടെ വോട്ട് കൊടുക്കുന്നത് അവന്. പോട്ടെ, എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് നടന്നത്.
ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും നമ്മുടെ അർജുൻ അവിടെ ഇരുന്ന് വിഷമിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. കൂടെ ശ്രീതു ഉണ്ട്. പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട്, വേറെ ആരുടെങ്കിലും പോകാനില്ലാത്തതുകൊണ്ട് ജാസ്മിൻ അവരുടെ കൂടെ തന്നെ ഇരിപ്പുണ്ട്. വേറെ ആരുടെയൊക്കെ ഇനി അവിടെ ഉള്ളവരൊക്കെ ചെന്നാലും വലിയ മൈൻഡൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒട്ടി ശ്രീതുവിൻ്റെ അടുക്കലൊക്കെ കുറച്ചായിട്ട് ഇപ്പോൾ ശ്രീതുവിൻ്റെ അടുക്കൽ തന്നെയാണ്, ശ്രീതുവിൻ്റെ അടുക്കലും അർജുൻ്റെ അടുക്കൽ തന്നെയാണ്, അവിടെ തന്നെ ഇരിപ്പുണ്ട് എന്തായാലും കുഞ്ഞ്. അപ്പോൾ ഇതൊക്കെയാണ് നടന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ കാണുന്നതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് കഴിഞ്ഞാലും എൻ്റെ വീഡിയോസ് ഇതിനകത്ത് കാണും. എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന റിയാക്ഷൻസ്, ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ, എൻ്റെ കണ്ണിൽ കാണുന്ന ഒരു പ്രശ്നത്തെ എനിക്ക് വിമർശിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഞാനിവിടെ വെച്ച് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു മറക്കരുത്, എനിക്കത് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് കൺഫേം ചെയ്തൊന്ന് തരിക, ഒന്ന് പറഞ്ഞു തരിക. ലൈക്ക് എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ. എനിക്കിപ്പോഴും ഓർമ്മയുള്ളൂ നമ്മുടെ ക്ലൻസിങ്ങിൻ്റെ കാര്യം, അത് സായി പറഞ്ഞാണ് കാരണം എനിക്കിപ്പോഴും തോന്നുന്നത്. ലാലേട്ടൻ ഒരിക്കലും അത് പറയാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. സെൽഫ് ക്ലൻസിങ്ങിന് അവന് ഹിമാലയത്തിൽ പൊക്കൂടെ, വെറുതെ അതും പോട്ടെ. ഈ സെൽഫ് ക്ലൻസിങ്ങിന് ചെന്ന നമ്മൾ എങ്ങനെ അങ്ങനെ ഒരുത്തിന് വോട്ട് കൊടുക്കും? ഇവൻ പൊട്ടനാണോ? എനിക്ക് അറിയാൻ പാടില്ല. അവൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് കൊടുക്കുന്നത്. നമ്മളെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ കയറുന്നതിന് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് അല്ലേ? ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറ കേട്ടോ. അപ്പൊ എന്തായാലും ബൈ ബൈ.